ഈശ്വര, ഇത് പൂട്ടിക്കിടക്കാണല്ലോ. ഇനിയെങ്ങാനും കൈലാഷ് സാർ വാശിക്ക് ഇവിടെ നിന്ന് പോയി കാണുമോ? സാറ് കൂട്ടുകാരനാണ് അന്വേഷിക്കുന്നത്. അതെ, അദ്ദേഹം എവിടെയാണെന്ന് അറിയോ? ടെറസ് കിടന്നുറങ്ങാണ് സാർ. ടെറസിലോ? അതെ, പാവം മനുഷ്യൻ. അദ്ദേഹത്തിന് ഇന്നലെ ഈ റൂമിൽ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. 3 മണിയായിട്ടും ഇവിടെ തെക്ക് വടക്ക് നടക്കുകയായിരുന്നു. ഞാനാ പായം തലയണം കൊടുത്ത് മുകളിലോട്ട് വിട്ടത്. മുകളിലുണ്ട് സാർ. നല്ല ക്ഷീണം കാണും. റൂമിൽ സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് രാത്രി മുഴുവൻ ഉറങ്ങിക്കാണില്ല. ഇപ്പെങ്കിലും കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ. ഞാനിപ്പോ ടെറസിലെത്തി. നീ പറ. ശബ്ദം ഒന്ന് താഴ്ച സംസാരിക്കാവോ? സാർ ഉറങ്ങുക. ഇവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഉറക്കെ പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ. നിന്റെ സാറിന്റെ അടുത്ത് താഴെ മുറി പോയി കിടക്കാൻ പറ. നീ പറയടാ. അത് ഒരുത്തം വെറുതെ ജാട കാണിച്ചതാ. ഞാൻ ഡീൽ ചെയ്തു. നീ പറ. പ്രിയ വാ. പ്രിയം വന്നിട്ട് കുറെ നേരമായോ? സാറ് ഉറങ്ങുന്ന കണ്ടപ്പോ എഴുന്നേൽപ്പിക്കണ്ടെന്ന് കരുതിയത്. അപ്പോഴേക്കും അയാൾ വന്ന് ബഹളം വെച്ച് സാറിന്റെ ഉറക്കം കളഞ്ഞു. സാറെന്തിനാ ഇവിടെ വന്ന് കിടന്നത്? വെറുതെ. ഇവിടെ ആകുമ്പോ കാറ്റുണ്ടല്ലോ. ആ മുറിയില് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലേ സർ? ഇതുകൊണ്ടാ ഞാൻ ഇവിടെ താമസിക്കണ്ടെന്ന് പറഞ്ഞത്. വരൂ സർ, നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകാം. അതൊന്നും കുഴപ്പമില്ല. പുതിയ സ്ഥലമായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും, അത്രേ ഉള്ളൂ. കുറച്ചു നേരം അങ്ങും ഇങ്ങും നടന്നു. റൂം ബോയിയാ ഇവിടെ കിടക്കാൻ സജസ്റ്റ് ചെയ്ത്. ഇവിടെ ആയപ്പോ നല്ല കാറ്റുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. സാർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? കൊതുകടിച്ചൊരു പരുവായി കാണും. കൊതുകടിയൊക്കെ ഇനി ശീലിക്കുന്നത് നല്ലതാ. അല്ല, ഇതെന്താ? സാറിന് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റും മാറ്റാനുള്ള തുണിയുമാണ് സർ. എന്തിനിതൊക്കെ? സാർ വേണ്ടെന്ന് പറയരുത്. പോയി ഫ്രഷ് ആയിട്ട് വരും സർ, കഴിക്കാം. ശരി. ഇതൊക്കെ ഞാൻ ചെയ്തോളാം. സാർ ഇത് കൊണ്ടുപോയിട്ട് കുളിച്ചിട്ട് കഴിക്കാൻ നോക്ക്. ഇതൊക്കെ ഞാൻ കൊണ്ടുവന്നോളാം. ശരി. ഹലോ പ്രേംചേട്ടാ. കൈലാഷ് സാർ ബുദ്ധിമുട്ടുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല പാറു. എന്തുപറ്റി പ്രേംചേട്ടാ? അദ്ദേഹത്തിന് മുറിയിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ലാന്ന് തോന്നുന്നു. രാത്രി 2 മണിയായപ്പോ ടെറസിൽ വന്ന് കിടന്നു. അദ്ദേഹം കൊതുകടി സഹിച്ച് ഇവിടെ എങ്ങനെ ഉറങ്ങിയെന്ന് എനിക്കറിയില്ല. ഇതെല്ലാം അദ്ദേഹം ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണെന്ന് ആലോചിക്കുമ്പോ എനിക്ക് കുറ്റബോധം കൂടിക്കൊണ്ടിരിക്കുക. എനിക്കും കൈലാഷ് സാർ ചിരിച്ചുകൊണ്ട് ഈ കഷ്ടപ്പാടുകളൊക്കെ സഹിക്കുമ്പോ എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നുണ്ട്. ഈ പാപമൊക്കെ ചുമക്കേണ്ട കാര്യം നമുക്കുണ്ടോ? കുറച്ചുകൂടെ ക്ഷമ കാണിക്കാതെ പറ്റില്ല പാറു. നീ രാത്രി ഭൂമിക മാഡത്തോട് കൈലാഷ് സാറിനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചോ? PK സാറും ഭൂമിക മാഡവും അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുന്നു പറഞ്ഞു. ഇപ്പോ കൈലാഷ് സാർ എന്ത് ചെയ്യാ? അദ്ദേഹം കുളിക്കാൻ മുറിയിലേക്ക് പോയിരിക്കുക. പുറത്തെങ്ങാനും പോകുന്നതിന് മുമ്പ് അവരോട് വേഗം വരാൻ പറ. അവരിറങ്ങിയിട്ട് കുറച്ചു നേരമായി. ഇപ്പോ അവിടെ എത്താറായി കാണും. അവർ കൈലാഷ് സാറിനോട് സംസാരിക്കുമ്പോ പ്രിയൻചേട്ടനും കൂടെ ഉണ്ടാവുന്നതാ നല്ലത്. അദ്ദേഹത്തിന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ അത് സഹായിക്കും. എങ്ങനെയെങ്കിലും സംസാരിച്ച് കൈലാഷ് സാറിനെ തിരിച്ച് വീട്ടിലേക്ക് അയക്കാൻ ശ്രമിക്കാം. ശരി ശരി.